ഇടുക്കി അരമനപ്പാറ എസ്റ്റേറ്റിൽ നിന്നും നവജാത ശിശുവിന്റെ മൃതദേഹം കണ്ടെത്തി. ഏലത്തോട്ടത്തിൽ കുടിവെള്ള പൈപ്പ് സ്ഥാപിക്കാനെത്തിയ തൊഴിലാളികളാണ് മൃതദേഹം കണ്ടത്. നായ്ക്കൾ കടിച്ചു കീറിയ നിലയിൽ പകുതി ശരീരഭാഗമാണ് കിട്ടിയത്. ജനിച്ച ഉടനെ ജീവനില്ലാത്തതിനാൽ അന്യസംസ്ഥാന തൊഴിലാളികൾ കുഴിച്ചിട്ടതായാണ് പ്രാഥമിക നിഗമനം. സംഭവവുമായി ബന്ധപ്പെട്ട് ജാർഖണ്ഡ് സ്വദേശികളായ ദമ്പതികളെ പോലീസ് കസ്റ്റഡിയിലെടുത്തു. പ്രിൻസ് ജെയിംസ് വാർത്തയുടെ വിവരങ്ങളുമായി ചേരുകയാണ്. പ്രിൻസ്, ദുഃഖകരമായ വാർത്തയാണ്. ഈ മൃതദേഹത്തിന് പഴക്കമുണ്ടോ? എന്തൊക്കെയാണ് നമുക്ക് ഇതുമായി ബന്ധപ്പെട്ട് ലഭിച്ചിരിക്കുന്ന വിവരങ്ങൾ? ഉച്ചയ്ക്ക് ശേഷമാണ് ഇത്തരത്തിൽ ഒരു മൃതദേഹം രാജകുമാരി സമീപം അരമനപ്പാറ എസ്റ്റേറ്റിൽ തൊഴിലാളികൾ കണ്ടെത്തിയത്. ഇവിടെ കുടിവെള്ള പൈപ്പുകൾ സ്ഥാപിക്കുന്നതിനായുള്ള ജോലിക്ക് അയച്ചതായിരുന്നു തൊഴിലാളികൾ. ഈ സമയത്താണ് ഒരു നായ മൃതദേഹാവശിഷ്ടം കടിച്ചുകൊണ്ടുപോകുന്നത് ശ്രദ്ധയിൽപ്പെടുകയും പരിശോധിക്കുകയും ചെയ്തത്. ശിശുവിന്റെ ആണെന്ന് മനസ്സിലാക്കിയത് അതിന് പോലീസിൽ അറിയിക്കുകയായിരുന്നു. ഇദ്ദേഹത്തിന്റെ പകുതി ഭാഗത്തോളം നായ അടിച്ചു മുറിച്ച അവസ്ഥയിലാണ്. ഇത് തുടർന്ന് നടത്തിയ അന്വേഷണത്തിൽ ജാർഖണ്ഡ് സ്വദേശികളായ ദമ്പതികളെ പോലീസ് കസ്റ്റഡിയിൽ എടുത്തിട്ടുണ്ട്. ശനിയാഴ്ച യുവതി കുഞ്ഞിന് ജന്മം നൽകിയതെന്നും എന്നാൽ കുഞ്ഞ് ജനിച്ചു ഉടനെ മരണപ്പെട്ടു എന്നുമാണ് മരണപ്പെട്ട അവസ്ഥയിലായിരുന്നു എന്നുമാണ് ഇവർ പോലീസിൽ മൊഴി നൽകിയിരിക്കുന്നത്. തുടർന്ന് കുട്ടിയെ കുഴിച്ചിടുകയായിരുന്നു എന്നാണ് ഇവർ പറയുന്നത്. എന്നാൽ 7 മാസങ്ങൾക്ക് മുൻപ് ഇവരുടെ ഭർത്താവ് മരണപ്പെടുകയും ഇപ്പോൾ മറ്റൊരു യുവാവായാണ് വിവാഹിതരായിട്ട് കഴിയുന്നത്. അതുകൊണ്ട് തന്നെ ഈ വിഷയത്തിലുള്ള എന്തൊക്കെയാണ് പ്രശ്നങ്ങൾ എന്ന് സംബന്ധിച്ച് പോലീസ് അന്വേഷണം നടത്തും. കുട്ടിയുടെ മൃതദേഹം പോസ്റ്റ്മോർട്ടത്തിനായി ഇടുക്കി റെക്കോർഡുകളിലേക്ക് അടക്കം അയക്കും. എന്തായാലും രാജാക്കാട് പോലീസ് ചികിത്സ വരികയാണ്. ശരി, പ്രിൻസ് ജെയിംസ് ആണ് വിവരങ്ങൾ നൽകിയത്.